ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പ്രശ്നങ്ങളില്ലാത്തവർ വളരെ വിരളമായ ആളുകൾ മാത്രമാണ്. 100 ആളുകളെ എടുത്താൽ അതിൽ 99 ആളുകൾക്കും പ്രശ്നങ്ങളുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, ശാരീരിക പ്രയാസമുള്ളവർ, കുടുംബപരമായി പ്രയാസങ്ങളുള്ളവർ, അതുപോലെ കച്ചവടപരമായിട്ട് ജോലിപരമായിട്ട് വിഷയങ്ങളുള്ളവർ, മക്കളെ സംബന്ധിച്ച് പ്രയാസങ്ങളുള്ളവർ, പഠനത്തിൽ വിഷമമുള്ളവർ, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ഇടപെടുന്ന മുഴുവൻ മേഖലകളും ഏതൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും കുറേ സമ്പത്തുണ്ടെങ്കിൽ സമാധാനമുണ്ടാകുമെന്ന്, കുറേ സ്ഥാനമാനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വൈര്യമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, റാഹത്തുണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതൊക്കെ ഒരു വ്യാമോഹം മാത്രമാണ്. അതൊക്കെ വെറും വ്യാമോഹമാണ്. കാരണം സമ്പത്തുള്ളവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവന് സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങൾ, പ്രഷറുകൾ ഉണ്ടാകും. സമ്പത്തില്ലാത്തവന് അതിൻ്റെ കണക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പുറകിൽ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സമ്പത്തുള്ളവനാണെങ്കിലോ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമാക്കൽ അവൻ്റെ ബാധ്യതയാണ്, അതവൻ്റെ ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള വിഷമങ്ങളുണ്ട്. ഗർഭിണികളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വിവാഹം ശരിയാകാത്തവരുണ്ട്, ഇനി മക്കളുണ്ടായിട്ട് അതുകൊണ്ടുള്ള ഇടങ്ങേറുള്ളവരുണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് കണ്ണോടിച്ച് നോക്കിയാൽ. നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ ജീവിതം തന്നെ എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം എന്താണ് അതിനുള്ളൊരു സൊല്യൂഷൻ, എന്താണ് അതിനുള്ളൊരു പരിഹാരം. ഈ കുറഞ്ഞ സമയം കൊണ്ട്, നിങ്ങൾ ഈ കേൾക്കുന്ന ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കതിനൊരു പരിഹാരം കിട്ടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൊണ്ട്, നമ്മുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് വിജയം കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം, വളരെ വ്യക്തമായി കേട്ട് മനസ്സിലാക്കണം. നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുള്ളവരാണോ, ശാരീരിക പ്രശ്നമുള്ളവരാണോ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരാണോ, നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിക്കാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റുണ്ട്. ദിക്റാണെങ്കിലും അതിന് പേര് തന്നെ ദുആ ഉൽ കർബ് എന്നാണ്. പലപ്പോഴും നമുക്കറിയാം, നമുക്ക് പലർക്കും അറിയുന്ന ദിക്റായിരിക്കും, പക്ഷേ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു. അമൂല്യമായ നിധികൾ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് അതിനെ വിലമതിക്കാത്ത അവസ്ഥയാണ് നമ്മുടെ കയ്യിൽ. ദുആ ഉൽ കർബ് ചെറിയൊരു ദുആയാണ്, ചെറിയൊരു ദിക്റാണ്, എന്നാൽ അതിൻ്റെ ഗുണം വളരെ വലുതാണ്. എത്ര പറഞ്ഞറിയിക്കാനും പറ്റാത്തത്ര രൂപത്തിൽ വലിപ്പമുള്ള, വിശാലതയുള്ള, മഹത്വമുള്ള ഒരു ദിക്റാണ് ദുആ ഉൽ കർബ്. മഹാന്മാർ അതിൻ്റെ വിശദീകരണം നൽകുന്നുണ്ട്, അതിൻ്റെ മഹത്വം പറയുന്നുണ്ട്. ദുആ ഉൽ കർബ് ഓതിയാലുള്ള ഗുണം എന്താണ് എന്ന്, ദുആ ഉൽ കർബ് സ്ഥിരമാക്കുന്നവനുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന്. നമുക്ക് ഏത് വലിയ വിഷയമാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ മലമറിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞാലും അതൊക്കെ നിസാരമാക്കി കളയാൻ, അതൊന്നുമല്ലാതാക്കി കളയാൻ ദുആ ഉൽ കർബിന് ശക്തിയുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം അത് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. എത്ര സിമ്പിളായ ദിക്റാണ്. കേവലം 3 വരി മാത്രമുള്ള, എന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ പാകമുള്ള, അത്രയും മഹത്വമുള്ള, വലിയ പ്രതിഫലമുള്ള, അല്ലെങ്കിൽ വലിയ പ്രയോജനം ലഭിക്കുന്ന ഒരു ദിക്റാണ് ദുആ ഉൽ കർബ്. നമ്മളൊന്ന് ചൊല്ലി നോക്കണം. അറിയുന്നവരായിരിക്കും, പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മുടെ ദിക്റുകളൊന്നും യഥാർത്ഥ ദിക്റിൻ്റെ സ്ഥാനത്ത് വരാറില്ല. സുബ്ഹാനല്ലാഹ് നമ്മൾ ചെല്ലാറുണ്ട്, അൽഹംദുലില്ലാഹ് ചെല്ലാറുണ്ട്, അല്ലാഹു അക്ബർ ചെല്ലാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ ചെല്ലുന്നത് കൃത്യമായിട്ടാണോ, ഞാൻ ചൊല്ലിയത് കറക്റ്റാണോ എന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അങ്ങനെ അടിച്ചു വിടും, ഇല്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ചൊല്ലി തീർക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ചൊല്ലി തീർക്കും. ആ ഒരു അവസ്ഥയാണ് നമ്മളുടേത്. ആ ഒരു മനോഭാവം മാറണം. മറിച്ച് നമ്മൾ ഒരു ദിക്റാണ് ചൊല്ലുന്നത്, എന്നാൽ ആ ഒരു ദിക്റാകണം. ആ ഒരു ദിക്ർ മുത്തുനബി തങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചതെന്ന് ആ രൂപത്തിലാകണം. മഹാന്മാരെങ്ങനെയാണോ അത് കൈകാര്യം ചെയ്തത് ആ രൂപത്തിലാകണം. അങ്ങനെ ആകണം നമ്മളത് ചൊല്ലേണ്ടത്, എങ്ങനെങ്കിലും ചൊല്ലി തീർക്കലല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ദുആ ഉൽ കർബ് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ച ദിക്റാണ്.
അവിടുന്ന് പറയലുണ്ട്, മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, ബുഖാരി ഇമാമിനെ പോലെ, മുസ്ലിം റഹ്മഹുള്ളയെ പോലെയുള്ള മഹാരഥന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി, മുത്തുനബി തങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, അവിടുത്തേക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ലോകത്ത് ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. സ്വൈര്യം കൊടുക്കാതെ ആക്രമിക്കാൻ, കൊലപ്പെടുത്താൻ, അതുപോലെ തന്നെ ഉപരോധം ഏർപ്പെടുത്താൻ ആ നാട്ടുകാർ തയ്യാറായി. പക്ഷേ ഇതൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തത് തൻ്റെ അടുക്കൽ വലിയ ആയുധമായ ദുആ ഉണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അചഞ്ചലമായ വിശ്വാസം തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതായിരുന്നു. ആ മുത്തുനബി തങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ചെയ്തിരുന്ന പ്രാർത്ഥനയാണ് ദുആ ഉൽ ഖർബ്. അവിടുന്ന് ചൊല്ലിയിരുന്ന പതിവാക്കിയിരുന്ന ദിക്റാണ് ദുആ ഉൽ ഖർബ്. ഒന്ന് ചൊല്ലി നോക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഒന്നുകൂടെ ചൊല്ലു നിങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇതുപോലെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. എങ്ങനെങ്കിലും ചൊല്ലി തീർക്കലല്ല, മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ എൻ്റെ പ്രശ്നം പരിഹരിക്കണം, ഞാൻ ഗർഭിണിയാണ്, എൻ്റെ പ്രസവത്തിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്തു തരണം, എൻ്റെ പ്രസവത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നീ നീക്കിത്തരണം. ഗർഭിണികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന, ഏറ്റവും പ്രയോജനപ്പെടുന്ന, അവർക്ക് ഏറ്റവും അത്താണിയായി നിൽക്കുന്നൊരു പ്രാർത്ഥന കൂടിയാണ് ദുആ ഉൽ ഖർബ്. റബ്ബേ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നീ എനിക്ക് പരിഹരിച്ച് നൽകണം. കടബാധ്യതയുണ്ട്, നീ എനിക്ക് തീർത്തു തരണം. ശാരീരികമായ അസ്വസ്ഥതയുണ്ട്, വല്ലാത്ത പ്രയാസത്തിലാണ്, നീ എന്നെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റണം. ഈയൊക്കെ നീയത്ത് കൽബിൽ വെച്ചുകൊണ്ട് റബ്ബേ എനിക്ക് മക്കളില്ല, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം. റബ്ബേ, എനിക്ക് വിവാഹപ്രായം എത്തിയിട്ട് അനുയോജ്യരായ ഇണകളെ കിട്ടുന്നില്ല, അനുയോജ്യരായ ഇണകളെ നീ നൽകണം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹമുള്ളത്, അള്ളാഹുവിനോട് എന്താണോ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി നമ്മുടെ ഖൽബിൽ ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. അലീമായ, സഹനതയുള്ള, മഹോന്നതനായ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് നമ്മൾ ഈ ചൊല്ലുന്നതിൻ്റെ അർത്ഥം? ഇലാഹ് അല്ലാഹു അതാര് മാത്രമാണ്? അലീമായ, മഹോന്നതനായ, ഉന്നതിയുള്ള, സഹനതയുള്ള, എല്ലാ വിഷമങ്ങളും കേൾക്കുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ അലിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. അത് മാത്രവുമല്ല, മഹോന്നതമായ അർശിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു. അർശിനേക്കാൾ വലിയൊരു സൃഷ്ടിയില്ലല്ലോ, അർശല്ലേ ഏറ്റവും വലുത്. ആ അർശിനേക്കാൾ വലിയവനായ, അതിൻ്റെ റബ്ബാകുന്ന, അതിൻ്റെ യജമാനനാകുന്ന, അതിനെ പടച്ചു പരിപാലിക്കുന്നവനാകുന്ന അല്ലാഹു ആണ് ഏകനായ ഇലാഹ്, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി. അതുമാത്രവുമല്ല, നമ്മൾ ഈ കാണുന്ന ഭൂമിയുടെ, നമ്മൾ കാണുന്ന ആകാശങ്ങൾ, നമുക്ക് കാണുന്നതിനപ്പുറത്തുള്ള ആകാശങ്ങളും 7 തട്ടുകളും, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ, 7 ആകാശങ്ങൾ തട്ടുതട്ടായി അള്ളാഹു പടച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത് നമ്മൾ ഓതാറുണ്ട്. ഈ 7 ആകാശങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന, ഭൂമിയെ 7 തട്ടുകളാക്കി അത് മുഴുവൻ നിയന്ത്രിക്കുന്ന, എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന യജമാനനായ റബ്ബല്ലാതെ മറ്റൊരു ഇലാഹില്ല. വ റബ്ബുൽ അർശിൽ കരീം, കരീമായ, ഉന്നതിയുള്ള ആ ഒരു അർശിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹു അല്ലാതെ മറ്റൊരിലാഹില്ല എന്നൊരു അടിമ സാക്ഷ്യം വഹിക്കലാണത്. ഒരടിമ ഏറ്റുപറയലാണ്, അള്ളാഹുവെ, ഞാൻ ഒന്നിനും കഴിയാത്തവനാണ്, എനിക്ക് സമ്പത്തുണ്ട്, പക്ഷേ എൻ്റെ സമ്പത്ത് കൊണ്ട് എൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്നെ കൊണ്ട് സാധിക്കൂല, അത് നീ തന്നെ തരണം. അല്ലെ, എനിക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്ത് കൊണ്ട് എൻ്റെ ജീവിതം ഭദ്രമാക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല, അത് നീ തന്നെ തരണം. എനിക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്ത് കൊണ്ട് എനിക്ക് മക്കളെ വാങ്ങാൻ കഴിയില്ല, അത് നീ തന്നെ തരണം.
എനിക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്ത് കൊണ്ട് അനുയോജ്യരായ ഇണയെ കിട്ടാൻ എനിക്ക് നിർവാഹമില്ല, അത് നീ തന്നെ തരണം. എനിക്ക് സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്ത് കൊണ്ട് ഖൈറായ രൂപത്തിൽ പ്രയാസങ്ങളില്ലാതെ എൻ്റെ വയറ്റിലുള്ള കുട്ടിയെ എനിക്ക് പ്രസവിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല, അതും നീ തന്നെ തരണം. നമുക്കൊന്നിനും കഴിയില്ല. യജമാനനായ റബ്ബ് മാത്രമാണ് സർവ്വതും നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനും. ആ റബ്ബ് ഞങ്ങൾക്ക് നൽകണം. ഇതൊരു അടിമ ഏറ്റുപറയുകയാണ്. അവൻ്റെ ഖൽബിലുള്ള ഇഖ്ലാസ് അള്ളാഹു നോക്കും, നിഷ്കളങ്കത അള്ളാഹു നോക്കും. അവൻ്റെ ഖൽബ് നന്നായിട്ടാണോ അവൻ പറയുന്നത്? എന്നാൽ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു തരും. കടങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകും. നമ്മുടെ പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, സാമ്പത്തിക ഇടപാടുകൾക്ക്, ശാരീരിക പ്രശ്നങ്ങൾക്ക്, മറ്റു മാനസിക വിഷമങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ലോകൈക ഗുരുവായ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്ന ദുആയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വന്നത്. കേവലം നിസാരമാക്കി കാണരുത്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ അത്താണിയാക്കേണ്ടത് ഇതുപോലെയുള്ള പ്രാർത്ഥനകളാണ്. ദുആ ഉൽ കർബ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ജീവിതത്തിൽ പതിവാക്കണം. ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഈ ചെലവഴിച്ച സമയം അതിന് പ്രയോജനപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഒരു 3 തവണ ദുആ ഉൽ കർബ് ചൊല്ലി നമുക്ക് ചെറിയൊരു ദുആ ഇറക്കാം. അല്ലാഹ് ഞങ്ങളുടെ ഈ ദുആ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ. ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞതും കേട്ടതും ഒക്കെ നീ സ്വീകരിക്കണേ. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർദി വ റബ്ബുൽ അർശിൽ കരീം, لا إله إلا الله العليم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. അല്ലാഹു ഞങ്ങളുടെ ഈ ദുആ നീ കബൂലാക്കണേ. അല്ലാഹ് ഞങ്ങൾ ഈ ചൊല്ലിയത് കാരണം ഞങ്ങളുടെ ജീവിതത്തിലുള്ള മുഴുവൻ വിഷമങ്ങളും നീ നീക്കിത്തരണേ റഹ്മാനെ. സർവ്വ അദാബുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും നീ അത്താണിയാകണേ അല്ലാഹ്. നീ പരിഹാരം നൽകണേ അല്ലാഹ്. കടങ്ങൾ നീക്കിത്തരണം റഹ്മാനെ. ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ അല്ലാഹ്. സാമ്പത്തിക പ്രശ്നങ്ങൾ നീ നീക്കിത്തരണം റഹ്മാനെ. റബ്ബേ ഗർഭിണികൾ കൊണ്ട് സുഖപ്രസവം നൽകണേ അല്ലാഹ്. റബ്ബേ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ ഖൈറാത്തുകൾ നീ നൽകണേ റഹ്മാനെ. എല്ലാ ഖൈറു ബറകാത്തുകളുടെയും വാതിലുകൾ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബി سيدنا محمد صلى الله عليه وسلم ببركة تربة مدينة سيدنا محمد صلى الله عليه وسلم آمين برحمتك يا أرحم الراحمين. എല്ലാവരും ദുആ ഇറക്കണം. നിങ്ങളുടെ ദുആയിലൊക്കെ നമ്മളെയും ഓർക്കണം, നമ്മുടെ കുടുംബത്തെയും ഓർക്കണമെന്ന് ആത്മാർത്ഥമായി ദുആ വസിയത്ത് ചെയ്തു എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.